നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഡിഫൻസ് പരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. നമുക്കറിയാം, ലോയിറ്ററിംഗ് മുനീഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെ സാധാരണ അറിയപ്പെടുന്നത് കാമിക്കാസെ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇതൊരു ഡ്രോൺ ആയിരിക്കും. ഈ ഡ്രോൺ ഒരാളെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ എക്യുപ്മെന്റിനെ ടാർഗറ്റ് അത് ട്രാക്ക് ചെയ്യും. ആ ടാർഗറ്റിലുള്ള പോയിന്റിലോട്ട് അത് പോയിന്റ് എത്തുന്നത് വരെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ലോയിറ്ററിംഗ് മുനീഷ്യൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കാറിൽ പോകുന്ന രണ്ടുപേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, അതിൽ ഒരാളെ മാത്രമാണ് നമുക്ക് ഉപദ്രവിക്കേണ്ടതെങ്കിൽ ഈ ഒരാളിലേക്ക് ചിലപ്പോൾ അതിനകത്ത് ഫേസ് ഐഡന്റിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ പർട്ടിക്കുലർ ആൾ ഏകദേശം 2 അടി വരെ കൃത്യതയോടെ അയാളെ ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ നമ്മളെ വണ്ട് ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാതിരി ഇതിങ്ങനെ കറങ്ങി നിന്നിട്ട് കറക്റ്റ് ടാർഗറ്റ് എത്തിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഒന്നിൽ നിറയൊഴിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തോട്ട് അത് ഇടിച്ചിറക്കുകയോ അല്ലെങ്കിൽ ക്രാഷ് ചെയ്യുകയോ ചെയ്യും. ഇതിനാണ് നമ്മൾ ലോയിറ്ററിംഗ് മുനീഷ്യൻ എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഇന്ത്യയിലെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള റെഡോൺ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഒരു മൾട്ടി ബാരൽ ലോയിറ്ററിംഗ് മുനീഷ്യൻ ലോഞ്ചിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അത് അവർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് മാത്രം നമ്മളത് കൈവരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം DRDOയുടെയൊക്കെ ഒരുപാട് ടെസ്റ്റിംഗ് അതിൻ്റെ പുറത്തുണ്ടാവും. അതിൻ്റെ കാലിബ്രേഷൻസ് വളരെ കറക്റ്റാണെന്നുള്ള പരീക്ഷണങ്ങൾ ഒത്തിരി ഉണ്ടാവും. നമുക്കറിയാം, ഡിഫൻസിലേക്ക് ഒരു എക്യുപ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിലെ ഓപ്പറേഷനിലേക്ക് ആക്കുന്നതിന് മുമ്പ് നിരവധി ടെസ്റ്റിങ്ങുകളും നിരവധി പരീക്ഷണങ്ങളും എല്ലാം ഉണ്ടാവും. അത് ടെസ്റ്റ് റേഞ്ചിൽ പോവുക, അത് പരീക്ഷിക്കുക, പല പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമായിരിക്കും അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വെപ്പണായിട്ട് നമ്മൾ അവതരിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, വിമാനങ്ങളുടെ നിർമ്മാണത്തിലാണെങ്കിലും ഡ്രോണുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും പുതിയ വെപ്പൺസിന്റെ നിർമ്മാണത്തിലാണെങ്കിലും ഇന്ത്യ ഏകദേശം 60% പ്രൈവറ്റ് മേഖലയെ പ്രൈവറ്റ് മേഖലയോട് നമ്മൾ സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ മുൻനിര ഭീമൻ കമ്പനികൾക്കെല്ലാം സ്വന്തമായിട്ട് ഡിഫൻസ് സെക്ടർ ഈ കഴിഞ്ഞ 14 വർഷം കൊണ്ട് അവർ രൂപീകരിച്ചു കഴിഞ്ഞു. അത് അദാനി എയർസ്പേസ് ആയാലും ശരി, റിലയൻസ് ആയാലും ശരി, ടാറ്റ ആയാലും ശരി, അങ്ങനെ ഏത് ഇന്ത്യയുടെ ഇപ്പൊ ഗോദ്രേജ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികൾക്കും സ്വന്തമായിട്ട് ഡിഫൻസ് സെക്ടർ എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ അവർ തുടങ്ങിക്കഴിഞ്ഞു. അതിന് കാരണം ഡിഫൻസ് എക്സ്പെൻഡിച്ചറിലേക്ക്, ഡിഫൻസ് സ്പെൻഡിങ്ങിലേക്ക് ഇന്ത്യ കണ്ടെത്തിയ തുക വളരെ വലുതാണ്. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് ലോകത്തെ ഏത് കമ്പനിക്ക് ഏത് സാധനം ഇന്ത്യക്ക് സപ്ലൈ ചെയ്യണമെങ്കിലും അതിൽ 50% ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. 50 ഏറ്റവും കുറഞ്ഞതാണ്. നമ്മൾ 60, 70, 80 ഇങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കണ്ടന്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് ആ സെക്ടറിലോട്ട് നമുക്ക് പ്രയോറിറ്റി കൂടുതലുള്ളൂ. ഇപ്പം റഫാല് തന്നെ ഇന്ത്യയിലേക്ക് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ അതിൻ്റെ പല നെഗോസിയേഷൻസും കംപ്ലീറ്റ് ആവാത്തതിൽ അതിനകത്ത് ഇന്ത്യൻ കണ്ടന്റ് എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ മണ്ടന്മാരെ പോലെ നമ്മൾ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയിൽ അമേരിക്കയുടെയും റഷ്യയുടെയും മറ്റു രാജ്യങ്ങളിലേക്ക്, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഒത്തിരി രാജ്യങ്ങളിലെ ഡിഫൻസ് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ടെക്നോളജി അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാനുഫാക്ചറിങ് കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വരുന്നത് മിനിമം 50% ഇന്ത്യൻ കണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ Su-57 റഷ്യ നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ട. അമേരിക്കയുടെ ഏറ്റവും പുതിയ എക്യുപ്മെന്റ്, പുതിയ യുദ്ധവിമാനം നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത്
ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റുകളാണ് നമ്മൾ ഇനി വില കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നമ്മൾ ഒത്തിരി പ്രോത്സാഹനം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നതുകൊണ്ട് അവർ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒത്തിരി പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിലൊന്നാണ് റഡോൺ സിസ്റ്റം എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി ഇന്നലെ ലോഞ്ച് ചെയ്ത മൾട്ടി ബാരൽ ലോയിറ്ററിംഗ് മുനീഷൻ ലോഞ്ചിങ് സിസ്റ്റം. അത് നമ്മുടെ ഒരു ടെക്നോളജിക്കലി ഒരു വലിയ അഡ്വാൻസ്മെന്റ് ആണ്. ഇന്ത്യക്ക് ആദ്യമായിട്ട് കിട്ടിയ ഡെവലപ്പ് ചെയ്ത ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ഇത് ആ കമ്പനി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതൊന്നും ആയിരിക്കത്തില്ല. അതിൽ നല്ല രീതിയിൽ ടെക്നോളജി ട്രാൻസ്ഫർ നമ്മുടെ DRDO പോലുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഒത്തിരി സപ്പോർട്ട് നമ്മുടെ ഡിഫൻസിന് കൈയും മെയ്യും മറന്നുള്ള സപ്പോർട്ട് നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നുണ്ട്. കാര്യം പ്രൈവറ്റ് സെക്ടർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്വാശ്രയത്വം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാലം നമ്മൾ ഡിഫൻസ് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ മാറ്റി നിർത്തിയത് നമുക്കുണ്ടാക്കിയ ദോഷം വളരെ വലുതാണ്. അതൊരു നെഹ്റുവിയൻ ചിന്താഗതിയാണ്. അതായത് ദേശരക്ഷയ്ക്കുള്ള സാധനങ്ങളെല്ലാം ദേശസാൽകൃത സ്ഥാപനങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള അതിൽ നിന്നുള്ള ഒരു വലിയ ഒരു ചേഞ്ചാണ് നമ്മുടെ ശ്രീ നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത്. സ്വാശ്രയത്വം അത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം. എന്തായാലും ടെക്നോളജിയുടെയും അഡ്വാൻസ്മെന്റിന്റെയും പുതിയ സെക്ടറുകളിലേക്ക് ഇന്ത്യ കാലുവെച്ച് തുടങ്ങി എന്നുള്ളത് നമുക്ക് ഏവർക്കും കൃതാർത്ഥതയോടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം.